ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആനുവൽ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മുൻവർഷ ചോദ്യ പേപ്പറാണ്. രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമ്മളെ ആക്ടിവിറ്റി 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ആണ്. ഇത് എന്നും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്നത്. മിക്ക എക്സാമിനും, അതായത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് മിക്ക ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ആഡ് മോർ ലൈൻസ് എന്ന് വെച്ചാൽ വരികൾ കൂട്ടിച്ചേർക്കുക. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്ഷൻ. അതും എന്നും എക്സാമിന് കാണുന്ന ഒരു ചോദ്യമാണ്. അത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് എന്നും കാണുന്ന ഒരു ചോദ്യമാണ് ഡിസ്ക്രിപ്ഷൻ. ഒരു ചിത്രം തന്നിട്ട് എന്ത് ചെയ്യും, ആ ചിത്രത്തിനെ കുറിച്ചിട്ട് സെന്റൻസുകൾ എഴുതുക. അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്നും എക്സാമിന് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആഡ് മോർ ലൈൻസ് ഇവിടെ എന്താ ചെയ്യാം, ഏത് ഈ തന്ന വരികൾ നോക്കിയിട്ട് ഇതുപോലെ 4 വരികൾ എഴുതാനാണ് പറയുന്നത്. സാം ആൻഡ് ലിസി went to their neighbor's house. They saw a swing and a lot of toys there. അപ്പൊ നമുക്ക് സാമിനും ലിസിനെയൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? നമ്മുടെ സാമും ലിസിയും കൂടി അവരുടെ നൈബറിന്റെ വീട്ടിൽ പോയി, അയൽക്കാരന്റെ വീട്ടിൽ പോയി, പുതിയതായി താമസിക്കാൻ വന്ന നൈബറിന്റെ വീട്ടിൽ പോയി. അവിടെ ഒരുപാട് അവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്. അവിടെ സ്വിങ് കണ്ടു. അവർ സ്വിങ് എന്ന് വെച്ചാൽ എന്താ, ഊഞ്ഞാല് അല്ലേ, ഊഞ്ഞാല് കണ്ടു. Add more lines to the song. അപ്പോൾ ഒരു പാട്ട് പാടാണ്. നോക്കിയേ, Sam and Lizzie saw a swing. Sam and Lizzie sat on the swing. Sam and Lizzie sang on the swing. All their friends pushed the swing. ഇതേപോലെ ഒരു നമ്മൾ എന്ത് ചെയ്യുക, 4 ലൈൻസ് എഴുതുക. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്വിങ്ങിന് മാത്രം മാറ്റുന്നേ ഉള്ളൂ. സ്വിങ്ങിന് പകരം നമ്മളിവിടെ എന്ത് എഴുതിയിരിക്കുന്നത്, ടോയ് കാർ ആണ് എഴുതിയിരിക്കുന്നത്. Sam and Lizzie saw a toy car. Sam and Lizzie sat on the toy car. Sam and Lizzie sang on the toy car. All their friends pushed the toy car. കണ്ടോ? അപ്പൊ ഇതേപോലെ ഇവിടെ നമ്മൾ ചില വാക്കുകൾ മാത്രമേ മാറ്റുന്നുള്ളൂ, ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. ഇതാണ് ആഡ് മോർ ലൈൻസ്, ആക്ടിവിറ്റി 1. അടുത്ത ആക്ടിവിറ്റി 2, ഡിസ്ക്രിപ്ഷൻ. Manu held Kitty in her hand. She tossed Minu ആണ് കേട്ടോ, അത് മനു അല്ല. Minu held Kitty in her hands. She tossed her into the air. Kitty flew up and saw many things. It was a very beautiful scene. Describe it. അപ്പോൾ നമ്മുടെ കിറ്റീൻ്റെ ചാപ്റ്റർ അല്ലേ, ഫ്ലൈയിങ് കൈറ്റ്സ് ചാപ്റ്ററിൽ നമ്മൾ കിറ്റീനെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോൾ കിറ്റീനെ മീനു എന്ത് ചെയ്തു, മേലേക്ക് പറത്തി വിട്ടു. അപ്പോൾ നമ്മുടെ കിറ്റി ആകാശത്തിൽ പോയിട്ട് താഴെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കാണുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ കിറ്റി കണ്ടിട്ടുണ്ടാവുക? താഴെ കാണുന്ന ഈ ചിത്രം കണ്ടില്ലേ, ഇത് നമ്മൾ എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഡിസ്ക്രൈബ് ചെയ്യാൻ എഴുതാനാണ് പറയുന്നത്. There are different type of houses, children playing with various games and having fun. There are so many coconut trees and banana plants. Some people are working in the field. അങ്ങനെ ഇവിടെ എന്തൊക്കെയായിരിക്കും നമ്മുടെ കിറ്റി കണ്ടത്, അതെല്ലാമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ വെച്ചാൽ സംഭാഷണം. The mother owl woke up. Rowley was missing. Mother started crying. The father owl came out. What's the matter? He asked. Write the conversation between mother owl and father owl. അതായത് നമ്മുടെ മദർ ഔൾ ഫാദർ ഔൾ, നമ്മുടെ റൗലിന്റെ ചാപ്റ്റർ ഇല്ലേ, അപ്പൊ നമ്മുടെ റൗലിനെ നമ്മുടെ മദർ ഔള് എഴുന്നേറ്റപ്പോൾ, അതായത് ഈവനിങ് ആയി, സന്ധ്യയായ സമയത്ത് നമ്മുടെ മദർ ഔൾസ് അറിയാലോ, രാവിലെ എഴുന്നേൽക്കില്ല അല്ലെ, രാവിലെയൊക്കെ ഉറങ്ങുമായിരിക്കും. അപ്പൊ നമ്മുടെ മദർ ഔളും ഫാദർ ഔളൊക്കെ ഫാദർ ഔളെല്ലാം ഉറങ്ങുമായിരുന്നു. അങ്ങനെ അവർ എഴുന്നേറ്റു. അപ്പം നമ്മുടെ റൗലിനെ കാണാനില്ല. അപ്പൊ അമ്മ കരയാൻ തുടങ്ങി. അച്ഛൻ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള, അതായത് മദർ ഔളും ഫാദർ ഔളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. എന്താണ് വിഷയം, നമ്മുടെ റൗലിനെ കാണാനില്ല. അപ്പൊ ഫാദർ ഔൾ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ മാറ്റർ, എന്താണ് പ്രശ്നം? അപ്പൊ മദർ ഔൾ എന്ത് പറയും, റൗലി ഈസ് മിസ്സിങ്, റൗലിയെ കാണാനില്ല. അപ്പൊ ഫാദർ ഔൾ എന്ത് ചോദിക്കും, where has she gone, എവിടെ പോയി അവള്? മദർ ഔൾ എന്ത് പറയും, മദർ ഔൾ അറിയോ? I don't know എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഫാദർ ഔൾ, did you search for her, എല്ലായിടത്തും നോക്കിയോ? മദർ ഔൾ എന്ത് പറയും, yes, I searched everywhere. ഫാദർ ഔൾ, don't worry, she will be safe, വിഷമിക്കേണ്ട, അവള് സേഫ് ആയിരിക്കും. മദർ ഔൾ എന്തോ ചോദിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യചിഹ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ചോദ്യമാണ്, എന്തോ ഒന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഷാൽ വി, നമുക്ക് എന്ന് അത്ര എഴുതിയുള്ളൂ. നമുക്ക് എന്തൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടാവും, നമുക്ക് അവളെ തിരഞ്ഞാലോ പുറത്ത് തിരഞ്ഞാലോ എന്നായിരിക്കും അമ്മ ചോദിക്കുന്നുണ്ടാവുക അല്ലെ. ലുക്ക് ഫോർ ഹെർ ഔട്ട്സൈഡ്. ഫാദർ ഔൾ, യെസ്, കം ലെറ്റ്സ് ഗോ, വാ നമുക്ക് പോവാം, പോയി തിരയാം എന്ന് പറയാൻ. ഇത് കോൺവെർസേഷൻ ആണ്, ഫാദർ ഔളും മദർ ഔളും തമ്മിലുള്ള കോൺവെർസേഷൻ. അടുത്തത് ആക്ടിവിറ്റി 4, വി ആർ ആനിമൽസ്. ദ നെയിം ഓഫ് സം ആനിമൽസ് ആർ ഹിഡൻ ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു എലിഫന്റിന്റെ ഒരു പിക്ചർ ആണല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തില് പല ആനിമൽസിന്റെയും പേരുകൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്.
കാണുന്നില്ല, നിങ്ങൾ ലെറ്റേഴ്സ് കാണില്ല, അതൊക്കെ പല അനിമൽസിന്റെ പേരുകളാണ്. അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ദി നെയിംസ് ഓഫ് എനി 5 animals. എല്ലാ അനിമൽസിന്റെ പേരും കൂടി എഴുതുക. കുറേ അനിമൽസ് ഉണ്ട്, അപ്പൊ എല്ലാത്തിന്റെ പേര് അറിഞ്ഞില്ലെങ്കിലും കാണുന്ന പെട്ടെന്ന് മനസ്സിലാവുന്ന 5 അനിമൽസിന്റെ പേരുകൾ എഴുതുക. അറേഞ്ച് them in the alphabetical order. നിങ്ങൾ ഇവിടെ എഴുതിയ 5 അനിമൽസിനെയും എന്ത് ചെയ്യുക, ആൽഫബറ്റിക്കൽ ഓർഡറിൽ. എന്താ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ എയിൽ തുടങ്ങുന്ന പേര് ഫസ്റ്റ് എഴുതുക, അടുത്ത ബിയിൽ തുടങ്ങുന്നത്, പിന്നെ സിയിൽ തുടങ്ങുന്നത്, പിന്നെ ഡിയിൽ തുടങ്ങുന്നത്, ABCD ഓർഡറിൽ വേണം എഴുതണമെങ്കിൽ. അതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നെയിംസ് ഓഫ് ആനിമൽസ് എഴുതാം. ഇവിടെ കാണുന്ന അനിമൽസ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് എഴുതാം. ബിയർ, ഡോഗ്, ഫോക്സ്, എലിഫന്റ്, ജിറാഫ്, ഹോഴ്സ്, ലയൺ, ടൈഗർ, ബുൾ. അല്ലേ, ഇത്രയും അനിമൽസിന്റെ പേര് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഉണ്ട്. എല്ലാ അനിമൽസിന്റെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ അനിമൽസ് നമ്മൾ എന്ത് ചെയ്യും, ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം, അത് എയിൽ തുടങ്ങുന്ന അനിമൽസ് ഇവിടെ ഉണ്ടോ, എയിൽ തുടങ്ങുന്ന അനിമൽസ് ഉണ്ടോ, ഇല്ല. അപ്പൊ അടുത്ത ലെറ്റർ നോക്കുക, ബിയിൽ തുടങ്ങുന്ന അനിമൽസ്. അപ്പൊ ഇവിടെ ബിയറും ഉണ്ട്, ബുള്ളും ഉണ്ട്. അപ്പൊ ഒരേ ലെറ്ററിലുള്ള 2 വാക്കുകൾ അല്ലെങ്കിൽ 3 വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത സെക്കൻഡ് ലെറ്റർ നോക്കണം. അപ്പൊ ഇവിടെ ബി ഇ, ഇവിടെ ബി യു. അപ്പൊ ഇ ആണോ യു ആണോ ഫസ്റ്റ് വരിക, ABCD എഴുതുന്ന സമയത്ത് ഏതാണ് ഫസ്റ്റ് വരിക, ഇ ആണ് ഫസ്റ്റ് വരിക. അപ്പൊ ബിയർ ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്, ബിയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുള്ള് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അത് സിയിൽ തുടങ്ങുന്ന അനിമൽ ഉണ്ടോ, ഇല്ല. അടുത്ത ഡിയിൽ തുടങ്ങുന്ന ഡോഗ്, ഇയിൽ തുടങ്ങുന്ന എലിഫന്റ്, അടുത്തത് ഈ ABCD ഇ എഫ്, ഫോക്സ്, ജി, ജിറാഫ്. അപ്പൊ നമ്മളിങ്ങനെ ABCD ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ഏതെങ്കിലും ലെറ്ററിലുള്ള വേർഡ് ഇല്ലെങ്കിൽ അടുത്ത ലെറ്റർ നോക്കുക. ഓക്കെ, ഇതേപോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് 4 ആക്ടിവിറ്റീസ് ആണ് ഈ ചോദ്യപേപ്പറിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.